I think Sindhu is joining. Yeah, this is our third day of RBC Red Belt Certification Program, and I'm very happy to receive everyone on this thing. Even though, all positive people. A recap of our 2 days training. Very simple. നമ്മൾ സൂര്യ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, as I told you, നമ്മൾ early morning is the best time. എപ്പോഴും ചെയ്യാം, early morning is the best time. Why? Because you don't have any disturbance. ഒരു disturbance ഉണ്ടാവില്ല. Nothing is there. Everything you are very free. Your mind is very calm. This is number one. ഈ സൂര്യ ചെയ്യുന്ന സമയത്ത് there are two very important thing is, ഒന്ന് വന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ആഹാരം കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. Okay, you can say liquid food like I'm gonna say coffee or cocoa, whatever it is. Why? Because your mind will not work, only your guts will work. Right. The second thing is actually taking a bath. നമ്മൾ കുളിക്കുന്ന സമയത്ത് കുളിച്ച ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സൂര്യ ചെയ്യുക. അതല്ലാന്ന് പറഞ്ഞാൽ സൂര്യ ചെയ്ത ശേഷം ആഫ്റ്റർ ഹാഫ് an hour. അത് സയന്റിഫിക് റീസൺ എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഐ ക്യാൻ റിപ്പീറ്റ് യു അഗൈൻ. അപ്പൊ നമ്മുടെ പോർസ്, നമ്മുടെ ദേഹത്തിൽ ഇതൊക്കെ ഇല്ലേ, പോർസ് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പോർസ് വിൽ നോട്ട് ഓപ്പൺ, കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ടോക്സിൻസ് വിൽ നോട്ട് ഗോ ഔട്ട്സൈഡ്. നമ്മൾ സൂര്യ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദാറ്റ് ആക്ച്വലി യുവർ പോർസ് വിൽ ബി ഓപ്പൺ, വിൽ ബി ഫീൽ സം എക്സ്ട്രാ എനർജി. ദിസ് ഇസ് ഓൺലി തിങ്, ടു തിങ് ദാറ്റ് ഷുഡ് ബി ഫോളോ. റൈറ്റ്. അടുത്തത്, when we do for this thing, we have to do for Panchasila. Panchasila already, I just read it in English. Okay, Malayalam in the detail, everything given in Malayalam. Number one, I shall not harm. ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് നമ്മൾ പറയാം, because I shall not harm. ഞാൻ ഒരാളെ ദ്രോഹിക്കില്ല. I shall not lie. ഞാൻ നുണ പറയില്ല. ഈ ലൈ എന്ന് പറയുന്ന സമയത്ത് ഈ നുണയിൽ 2 നുണയുണ്ട്. ഒന്ന് വൈറ്റ് ലൈ ആൻഡ് വൺ ഈസ് ബ്ലാക്ക് ലൈ. ഇത് ആർക്കെങ്കിലും അറിയോ? എന്താ വൈറ്റ് ലൈ, എന്താ ബ്ലാക്ക് ലൈ? Or it's needed and black is harmful. ഒന്ന് മലയാളത്തിൽ പറയാ. അതായത് വൈറ്റ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ആവശ്യം വരും. ഇപ്പൊ ഡോക്ടേഴ്സ്, എന്റെ ഒരു ഇതാണ് കേട്ടോ, എനിക്ക് ഉറപ്പില്ല. ബ്ലാക്ക് എന്ന് പറയുമ്പോ ഗുണമല്ലാത്ത കാര്യങ്ങൾ, ഹാംഫുൾ ആയിട്ടുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഓൾമോസ്റ്റ് ദേർ. അപ്പോ വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യന്റ് ICU യൂണിറ്റിൽ കിടക്കാണ്. അവരുടെ ഫാമിലിക്ക് അറിയാം, ഡോക്ടറിനറിയാം, ആ വ്യക്തിക്ക് അറിയാം. നമ്മൾ ഇനിയും മേ ബി ഒരു മണിക്കൂർ ഉണ്ടാകുമ്പോൾ അവർക്ക് അറിയാം. അതേ സമയത്ത് ആ ഡോക്ടർ ഇല്ലേ, ഡോക്ടർ അടുത്ത് പോയിട്ട്, ഓ ബ്രദർ, നത്തിങ് ഹാപ്പൻ ടു യു, നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾ ഇനിയൊരു 10-20 കൊല്ലം ജീവിച്ചിരിക്കാൻ പോവാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങോട്ട് പറയുന്നത് കള്ളാണ്. ദാറ്റ് ഈസ് കോൾഡ് എസ് വൈറ്റ് ലൈ. എന്തുകൊണ്ടാണ് വൈറ്റ് ലൈ പറയണെന്ന് പറഞ്ഞാല്, ഈ പേഷ്യന്റ് അറ്റ്ലീസ്റ്റ് ആ ഒരു സമാധാനം ലാസ്റ്റ് സമയത്ത് ആ പേഷ്യന്റ് ഒരു സമാധാനം. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പറയുന്ന സമയത്ത്, അത് ഡോക്ടറായിട്ട് പറയുന്ന സമയത്ത് അങ്ങോട്ട് കണ്ണൊക്കെ അങ്ങനെ പ്രകാശിക്കും. ഓ, ഐ എം ഗോയിങ് ടു ലീവ് അഗൈൻ. അതാണ് വൈറ്റ് ലൈ. അതേ ഇനിയൊരു ഡോക്ടർ, ഫോർ എക്സാമ്പിൾ ഐ എം ടോക്കിംഗ് അബൌട്ട് ഡോക്ടർ, വന്നിട്ട് കണ്ട്, നീ ഇനി ഒരു മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ വി ഡോണ്ട് നോ അങ്ങോട്ട് എത്ര കൊല്ലം ഉണ്ടാവുമെന്ന് അറിയില്ല. സോ ഈസ് ഓൾസോ നോട്ട് എൻകറേജിങ് ദി പേഷ്യന്റ്. or just okay, അങ്ങോട്ട് ബിസിനസ് വാട്ട് ഔട്ട്, അതിന് എക്സ്ട്രാ എത്ര പൈസ അടക്കണം. അങ്ങോട്ട് അറിയാം, ഈ ഡോക്ടറിന് അറിയാം, ഈസ് നോട്ട് ഗോയിങ് ടു ലീവ് ഫോർ മോർ ദൻ 1 മണിക്കൂർ കൂടുതൽ ഇരിക്കില്ല. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ഒരു 20 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ബ്ലാക്ക് ലൈൻ. ഓക്കെ. മൂന്നാമത്തെ, ഐ ഷൽ നോട്ട് ടേക്ക് വാട്ട് ഡസ് നോട്ട് ബിലോങ് ടു മീ. ഇപ്പോ ഒരു സാധനം, ഒരു ഫോർ എക്സാമ്പിൾ ഈ ഫോണോ വാട്ട് എവർ ഇറ്റ്, ഇത് എന്തത് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വി ഷുഡന്റ് ടേക്ക്. ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ്. വൈ? ബിക്കോസ് നമ്മൾക്ക് മേലെ ഒരാൾ പഠിച്ചോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടും ഇരട്ടിയായിട്ട് നമ്മുടെ സാധനം പുറത്തു. The fourth thing is, I shall not interrupt the harmony of the family or society. Do not disturb anyone. If someone does, stop others to do so.
ഇതിലൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മളെ ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അപ്പോ മാങ്ക്, ഈ ബുദ്ധ ഭിക്ഷു മാങ്ക് ഒരു കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാട്ടിൽ കൂടെ വന്നിട്ട് ഒരു വലിയ സർപ്പം, ഒരു സ്നേക്ക്, വലിയ സ്നേക്ക്, അത് വന്നിട്ട് ആൾക്കാർ പോണ സമയത്ത് ഇങ്ങനെ ചെയ്യും, ഒന്നും ചെയ്യില്ല. ഇത് നോക്കിയിട്ട് എല്ലാം ഓടിപ്പോകും. അപ്പോ മാങ്ക് പോണ സമയത്ത് ഈ ഒരു സ്റ്റോറിയാണ്. മാങ്ക് നോക്കിയിട്ട് നീ എന്തിനാ എല്ലാരെയും വന്നിട്ട് വിഷയം ചെയ്യണം? അപ്പോ അത് പറയും, അല്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർ എന്നെ കല്ലെടുത്തിട്ട് എന്നെ ചാവടി, അതുകൊണ്ടാണ് അനുഭവം. ഫോർ എക്സാമ്പിൾ ഈ സ്നേക്. അപ്പൊ മാങ്ക് പറഞ്ഞ എന്തറിയോ, നീ നീ വന്നിട്ട് ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അപ്പോ നെക്സ്റ്റ് ഡേ അതേപോലെ സർപ്പം ആ സ്ഥലത്ത് ഇരിക്കുകയാണ്. ഈ ആൾക്കാരെ പോയിക്കൊണ്ടിരിക്കില്ല, ഇതൊന്നും ചെയ്യില്ല, ഉണ്ടാവാണ്ടിരിക്കുക. ആൾക്കാർക്ക് പേടി, ഇത് വല്ലതും ചെയ്യുമെന്ന് എടുത്തിട്ട് വലിയ ഒരു കമ്പൊക്കെ എടുത്തിട്ട് ആ സ്നേഹിനെ അടിയടിനെ എടുത്തിട്ട് കമ്പിളി ചോറിയായിട്ട് ആ സ്നേഹ് അങ്ങനെ കിടക്കുക. അഗൈൻ ഈ മോങ്ക് ആ വഴി കൂടെ പോവുകയാണ്. പോയിട്ട് അത് കണ്ടപ്പോ, എന്താ ഇങ്ങനെ എന്റെ ചോരയൊക്കെ കമ്പ്ലീറ്റ് ആയിട്ട് പറഞ്ഞ, അല്ല നിങ്ങൾ സ്വാമിജിയല്ലേ പറഞ്ഞത് ഞാൻ ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഇരുന്ന സമയത്ത് ഈ ബാക്കി വഴിപ്പോക്കന്മാര് പോകുന്നവർക്ക് എന്നെ നോക്കിയിട്ട് പേടിച്ച് എന്നെ അടിച്ചിട്ട് ഇതാക്കി. അപ്പൊ മാങ്ക് പറഞ്ഞ എന്തറിയാം, നന്നെ നീ ആരെയും ഉപദ്രവിക്കാൻ പോണ്ട, നന്നെ ആരെങ്കിലും ഹാർം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റിയാക്ട്, തിരിച്ച് അതിനെ കൊത്ത്, നത്തിങ് ടു വറി, നമ്മളായിട്ട് പോകാൻ പാടില്ല. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി നമ്മൾ ഒരു ഫാമിലിനെയും ആ സൊസൈറ്റിനെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നത്. അതേ സമയത്ത് നമ്മൾക്ക് എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ യു ആക്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്ട്. അതാണ് നമ്മുടെ ഡോക്ടർ ലിംസോ. ഇതൊക്കെ സ്റ്റോറിയസ്. ഈ അഞ്ചാമത്തെ ഐ ഷെൽ നോട്ട് ഇൻടോക്സിക്കേറ്റ്. ഇൻടോക്സിക്കേറ്റ് എന്ന് പറഞ്ഞാല് ഈ ബോധവസ്തുക്കള്, മധുപാനങ്ങള്, അത് കൂടാണ്ട് ബേർഡ് വേർഡ്സ്. ഒരാളുടെ അടുത്ത് നമ്മൾക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ബെറ്റർ സ്റ്റോപ്പ് ഇറ്റ്, ഒന്ന് ചിരിച്ചിട്ട് ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളും തിരിച്ച് അതേപോലെ പറയാ, അത് അങ്ങനെ ആവുമ്പോൾ തർക്കം കൂടുതലാവും. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഓൾസോ എ ഇൻടോക്സിക്കേറ്റ്, റൈറ്റ്? The person's consciousness which gets disconnected from the living world. The consciousness, for example, suppose Madhyabani. Okay, if taking thing angora complete is not there, or മൂന്നാളാവും നാലാളാവും ഒരാൾ. These all the things shouldn't intoxicate. ഇത് അഞ്ചാണ് നമ്മുടെ പഞ്ചശീല. അടുത്തത് there are 9 no's. This is very very important. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 9 no's, 3 no's, no temple. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ഐ ഹാവ് എവറിഥിങ്. ഐ ഹാവ് മൈ ബൈബിൾ, ഐ ഹാവ് മൈ ഭഗവത്ഗീത, ഐ ഹാവ് ഹോളി ഖുറാൻ, ഓക്കെ, ഗുരു നാനക്, എവറിഥിങ് വിത്ത് മീ. അതാണ് നമ്മളത്. സോ ദർ ഈസ് നോ ടെമ്പിൾ. അവർ ബോഡി ഈസ് എ ടെമ്പിൾ. നമ്മുടെ ദേഹമാണ് ടെമ്പിൾ. നോ സ്റ്റാച്യു. നമ്മൾ വിഗ്രഹം വെച്ചിട്ട് പൂജ ഒന്നും ചെയ്യുന്നു. ഓക്കെ, തത്വമസി, യു ആർ ദ ഗാഡ്. ആൻഡ് നോ മന്ത്ര. ഈ ശൂന്യ സമയത്ത് നമ്മൾ മന്ത്രാഗത്ര ഒന്നും ചെയ്യുന്നില്ല. വെരി സിമ്പിൾ. അടുത്ത 3 നോ എന്ന് പറഞ്ഞാല്, അടുത്ത 3 നൺസ്, നോ കൺസേൺ അബൌട്ട് ബിലീഫ്. നമ്മൾ ഒരാളുടെ റിലീജിയസിലും നമ്മൾ ബിലീഫ്, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ് യുവർ ഓൺ പേഴ്സണൽ ബിലീഫ്. നോൺ കൺസേൺ അബൌട്ട് ഫുഡ്. അത് നിങ്ങൾ വെജ് കഴിച്ചോ നോൺ വെജ് കഴിച്ചോ, നത്തിങ് ടു വറി, ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു യു. മൂന്നാമത്തെ, നോൺ കൺസേൺ അബൌട്ട് റിച്വൽസ്. റിച്വൽസ് എന്നാൽ അവരുടെ മത സടങ്കല്ലേ, വാട്ട് എവർ യു സേ, വി ആർ നോട്ട് ഇൻട്രപ്റ്റിംഗ്. മൂന്നാമത്തെ, നത്തിങ് ഈസ് നത്തിങ് ടു ടീച്ച്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് ഒരു ഉപദേശമോ ടീച്ചിങ്ങോ ഒന്നും ചെയ്യില്ല. ഐ എം ജസ്റ്റ് ഗൈഡിങ് യു. എനിക്ക് ധ്യാനാചാര്യ ഡോക്ടർ ലിംസോജൻ പറഞ്ഞത്, ഐ എം ജസ്റ്റ് ഗൈഡിങ് ടു യു. അത് നിങ്ങൾ അതുപോലെയാണ് ചെയ്യാൻ. നത്തിങ് ടു ടീച്ച്, വി ആർ ജസ്റ്റ് ഓൺലി ഗൈഡിങ്. നോ വൺ ടു സേവ്. ഈ ശൂന്യ ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ ഒരാളെ ഒന്ന് സഹായിക്കുക അങ്ങനെ ഒന്നുമില്ല. നത്തിങ് ടു സേവ്, വി ജസ്റ്റ് ഷോ ദം വാട്ട് ടു ഡു. മൂന്നാമത്തെ, നത്തിങ് ടു അച്ചീവ്. ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വി ആർ നോട്ട് ചാർജിങ് ഫോർ എനിവൺ ഫോർ ശൂന്യ പറഞ്ഞു കൊടുക്കാനോ ഒന്നും ചെയ്യാൻ. ബട്ട് കോർപ്പറേറ്റ്സ് ദേ ആർ ചാർജിങ് എവറിങ്. ദാറ്റ്സ് നത്തിങ് ടു തിങ്. സോ വി ആർ നോട്ട് അച്ചീവിങ് എനിത്തിങ്. ബട്ട് അച്ചീവിങ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു മനസ്സാണ്. ഐ ഫീൽ എനർജി. ഓക്കെ, എന്റെ സഹോദരന്മാരും ഓൾ, ഐ ജസ്റ്റ് എനിക്കറിഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്കറിഞ്ഞത് ഐ ഗൈഡഡ്. അത് ദാറ്റ് ഈസ് മൈ അച്ചീവ്മെന്റ്. ബട്ട് ഈവൻ ദ ഐ എം നോട്ട് അച്ചീവ്മെന്റ്, ഐ ഫീൽ ഹാപ്പി. ഇതാണ് ഈ മൂന്നാമത്തെ ദിവസം. ദിസ് യു ഹാവ് ടു പ്രാക്ടീസ്. റൈറ്റ്. ഇപ്പോ ശൂന്യ ഈസ് വെരി വെരി സിമ്പിൾ. സ്റ്റിൽ ആൻഡ് ഫോക്കസ്.
നമ്മൾ മനസ്സ് ഒരു അങ്ങനെ സ്റ്റില്ലിലിരിക്കുക, നമ്മുടെ ബോഡി സ്റ്റില്ലായിട്ടിരിക്കുക ആൻഡ് ഫോക്കസിങ്. നമ്മൾ when you are focusing something, നമ്മൾ ബിസിനസ് ഫോക്കസ് ചെയ്യാൻ കാലത്തെ ഇട്ടിട്ട് ടു ഡു ലിസ്റ്റ് ഇന്ന് ആരൊക്കെ കാണണം, ഇന്ന് നമ്മൾ ബിസിനസ് എന്താ ചെയ്യാൻ പോകണം, വാട്ട് എവർ ഇറ്റ് ഈസ്. അവരുടെ അക്കോർഡിംഗ് കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ when you do that one, your mind will be very clear, especially after Sunya meditation. You just make a book with you. Okay, when you think Sunya meditation, see this one, or 60,000 or 70,000 thoughts are coming. വന്നു പോയിക്കൊണ്ടേയിരിക്കും. Almost 99.9% is a negative thought. 1% ആണ് പോസിറ്റീവ് തോട്ട്. ആ 1% പോസിറ്റീവ് തോട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കുക. ആ പോസിറ്റീവ് തോട്ടിൽ ഇറ്റ് വിൽ ഷോ യു ടുഡേ വാട്ട് യു ഹാവ് ടു ഡു. വെരി സിമ്പിൾ. എനിക്ക് എന്റെ കംപ്ലീറ്റ് എന്റെ ഷെഡ്യൂൾ അറിയാം. ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്, ഓട്ടോമാറ്റിക്കലി മൈ ഷെഡ്യൂൾ ഈസ് ഗോയിങ് അക്കോർഡിംഗ് ടു ദാറ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ സ്റ്റിൽ ആൻഡ് ഫോക്കസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ ഇന്നലത്തെ എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു. ആ എക്സസൈസ് ഒക്കെ അഗൈൻ ഐ കൻ റീക്യാപ്പ് വിത്ത് യു ലേറ്റർ. ഓക്കെ, ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത് 99 to ശൂന്യ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മേ ബി ഇറ്റ് വിൽ ടേക്ക് ഹാഫ് ആൻ അവർ. ഇപ്പൊ എനിക്ക് വന്നിട്ട് മാക്സിമം ഒരു 10 മിനിറ്റ് എനിക്ക് ഇരിക്കുക, ബിക്കോസ് ഈസ് പ്രാക്ടീസ്, ഓൺലി ബൈ പ്രാക്ടീസ്. അപ്പൊ നിങ്ങൾ ഈ ശ്വാസം, ദാറ്റ് ഈസ് ഓൺലി തിങ്, യു ആർ കമ്മിങ് വെരി സ്ലോലി, വെരി നോർമലായിട്ട് അങ്ങനെ മുകളിൽ പോയിട്ട് അങ്ങനെ താഴെ പറഞ്ഞ സമയത്ത് 1, 99, 98, very slowly. അതുകൊണ്ട് ഇങ്ങനെ 98, 97, 96, nothing is there, nothing is there. Body, take care of your body. അതേപോലെ ചില ആൾക്കാർക്ക് താഴെ ഇരിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു, നത്തിങ് ടു. ഇത് ഐ ഹാവ് പ്രൂവ്ഡ് ഇൻ അവർ സെന്റർ ഇൻ അമരാവതി, വിജയവാഡ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ അബൌവ് 70, 70, ആ സ്ത്രീക്ക് 72 വയസ്സും അയാൾക്ക് 80 വയസ്സുണ്ടായിരുന്നു. അയാൾ വെരി വെരി സ്മാർട്ട്, ഒരു ഫ്രം തെലുഗു പീപ്പിൾ, വെരി സ്മാർട്ട്. അവർ വന്നിട്ട് വന്ന ഗുരുജി, പ്ലീസ് ഡോണ്ട് കോൾ മീ ഗുരു, ഓക്കെ, ഐ ഹാവ് ജസ്റ്റ് ടെൽ മീ, യു കോൾ മീ ജന, ചില ഡോക്ടർ ജന എന്നൊക്കെ ഓട്ടോട്ടീസ്. ആ സ്ത്രീക്ക് എങ്ങനെയെന്ന് പറഞ്ഞാല് അങ്ങ് എവറിബഡി വാസ് സിറ്റിംഗ്, ഈ സ്ത്രീ ഇരിക്കില്ല, അങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. ഐ ജസ്റ്റ് എന്നമ്മ എന്താ പ്രോബ്ലം എന്താണ്? അല്ല, എനിക്ക് വന്നിട്ട് ഈ മൂട്ട് വേദന എന്നെ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കാൻ സാധിക്കില്ല. നോ പ്രോബ്ലം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഷോർട്ട് ദി എക്സസൈസ്, ഓക്കെ, ഇത് ചെയ്ത സമയത്ത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു 3 or 4 days കഴിഞ്ഞിട്ട് ഈ സ്ത്രീ സുഖമായിട്ട് താഴെ ഇരിക്കുക. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ദിസ് ഈസ് കൈൻഡ് ഓഫ് ദ ടെസ്റ്റിമോണിയൽസ്. കുറെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. സോ വി ക്യാൻ പ്രാക്ടീസ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്നെ കൊണ്ട് ഇരിക്കാൻ സാധിക്കും പറഞ്ഞാൽ ഐ ക്യാൻ സെറ്റ്, എന്നെ കൊണ്ട് ഇരിക്കാൻ എനിക്കും. അതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വന്നിട്ട് വി ആർ ബ്ലോക്കിംഗ് അവർ തിങ്. വെരി സിമ്പിൾ. ഇപ്പൊ DXL വന്നിട്ട് ഒരാൾ ക്രൗൺ അംബാസിഡർ, ഒരാൾ ക്രൗൺ ഡയമണ്ട്, ഒരാള് 25 കൊല്ലമായാലും സ്റ്റാർ ഏജന്റ് ആയിട്ടില്ല. എന്താ കാരണം? എന്ത്? ഇത് പ്രോഡക്റ്റിന്റെ പ്രോബ്ലം അല്ല, മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം അല്ല, നമ്മുടെ സ്പോൺസറിന്റെ പ്രോബ്ലം അല്ല, ഡോക്ടർ ലിമിന്റെ പ്രോബ്ലം അല്ല. ഇറ്റ് ഈസ് പ്രോബ്ലം വിത്ത് മീ. ഞാൻ എന്നെയും ചേർത്താണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യുവർ മൈൻഡ് വിത്ത്, ഓക്കെ. സോ ഇമ്മീഡിയറ്റ്ലി വി ആർ ഗോയിങ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾറെഡി 6:25, റൈറ്റ്? ബിഫോർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു ദി സ്മോൾ എക്സസൈസ് ആൻഡ് സ്വിങ്. ഇത് റുട്ടീനായിട്ട് വേണം. അതിന്റെ ശേഷമാണ് വി ആർ ഗോയിങ് ടു ഫോർ 99 to 0. സോ ഫാർ നിങ്ങൾക്ക് വല്ല എനി ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് ഇറ്റ് വെരി ക്ലിയർ. 10-ാം തീയതി കാലത്ത് 10 മണിക്ക് അവിടെ ഉണ്ടാവും. യു കെൻ മീറ്റ്. ഓർ ഇപ്പോൾ ഐ എം ജസ്റ്റ് ഹാൻഡ് ഓവറിംഗ് ടു മെഗ. ഷീ ഈസ് ഗോയിങ് ടു ടേക്ക് എ വെരി ഗുഡ് ടീം. റുട്ടീനായിട്ട് ഉണ്ടാവും. ഈ മാക്സിമം എത്ര ആൾക്കാർക്ക് നമ്മൾ ചെയ്യാൻ പോകണം നമ്മൾ ചെയ്യുക. ഐ എം അറ്റ് യുവർ സർവീസ്. എവിടെ വിളിച്ചാലും, അടുത്ത് വന്നിട്ട് മാവേലിക്കര എപ്പോഴാന്ന് അറിയില്ല, ഞാൻ എവിടെ വിളിച്ചാൽ ഞാൻ പറയാം. ബട്ട് ബിഫോർ 1 week എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കൻ മേക്ക് മൈ ഷെഡ്യൂൾ അക്കോർഡിംഗ് ടു ദാറ്റ്. റൈറ്റ്? വിത്തൗട്ട് എനി ഫർദർ ഡിലേ വി ഗോ ഫോർ ഹാൻഡ് സ്വിങ്. ഈ ഹാൻഡ് സ്വിങ്ങില് ഓക്കെ, ഇത് യു ക്യാൻ പ്രാക്ടീസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി പ്രാക്ടീസ്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ ഗുണം നമുക്ക് അറിയുന്നത്. Okay, you are going to do for 10 times. You can do whatever. I used to do 800, 900, 1000 energy. That's what my energy. Right, what you can do, be straight. Okay, കുറച്ച് കാലിങ്ങനെ കുറച്ച് ബെൻഡ് ചെയ്യുക. അത് സാധിച്ചില്ലെങ്കിൽ just stand like this. നമ്മുടെ ഷോൾഡറും താഴെ 2 കാലും, that is ഒരേ ഒരു ആംഗിൾ പൊസിഷൻ. Straight like this. You can do like that. Shall we stop? Right. 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 30. 30 കഴിഞ്ഞിട്ട് just slowly put your hand down. Okay, this is the first exercise. ഇത് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം? For blood circulation of our whole body. ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും. Okay. The second exercise, ബോഡിയിൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെയിം ലൈക്ക് ദാറ്റ്, സ്റ്റാൻഡ് ചെറിയ. അപ്പോൾ ഹോൾഡ് യുവർ ഹാൻഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ വേണം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഈ റൗണ്ടില് ഒരു പൂപ്പന്ത്, ഒരു വെരി ലൈറ്റ് ബോൾ. യു ഇമാജിൻ ഈ ബോളിനെ വന്നിട്ട് നമ്മൾ മുകളിൽ പോയിട്ട് താഴെ കൊണ്ടുപോകും. റൈറ്റ്, ഇത് മുകളിൽ പോണ സമയത്ത് ബ്രീത്തിങ്, നമ്മുടെ ശ്വാസം അങ്ങനെ പോവുക മുകളിൽ, അഗൈൻ സ്ലോലി കമ്മിങ് ഡൗൺ. ഇത് നമ്മൾ 1, 2, 3 ആണ് കൗണ്ട് ചെയ്യുക. ഫോർ 10 times. Ready? Hold your ball. Breathe in. Breathe out. 1. Breathe in. Breathe out. 2. Breathe in. Breathe out. 3. Breathe in. Breathe out. 4. Breathe in. Breathe out. 5. Breathe in. Breathe out. 6. Breathe in. Breathe out. 7. Breathe in. Breathe out. 8. Breathe in. Breathe out. 9. Breathe in. Breathe out. 10. Then third thing, ഈ രണ്ട് കൈനെ ഫുള്ളായിട്ട് you have to touch your body. Okay. Then after that, the standing meditation. നമ്മളത് we are not going to do for the standing meditation. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ you can do 9 to 0 or something. So നമ്മൾ straight ആയിട്ട് we are going for the sitting meditation for the certification 99 to 0. ഈ 99 to 0 ഞാൻ 90 വരെ ഞാൻ പറയും. അതിന്റെ ശേഷം ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ടു യു. നിങ്ങൾ എത്ര സമയം എടുക്കോ ലെഫ്റ്റ് യു, നോ പ്രോബ്ലം. ഫൈനൽ നിങ്ങൾക്കറിയാം നമ്മുടെ ബെല്ല് ഉണ്ട്. ആ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കണ്ടിന്യൂ, നോ പ്രോബ്ലം. അപ്പോൾ ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ഓക്കെ, ഹോപ്പ് എവരിബഡി ഈസ് റെഡി. പ്രിപ്പയർ യുവർസെൽഫ്. റൈറ്റ്, ഒരു 2 minutes ഐ ക്യാൻ. ഇതിൽ വന്നിട്ട് ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സിറ്റിംഗ് കംഫർട്ടബിളി യു ക്യാൻ സിറ്റ് ഓൺ യുവർ ചെയർ. അല്ലേ, ഈ ചെയറിലിരിക്കാം, താഴെ ഇരിക്കാം, സഹായിക്കാത്ത കൂട്ടർ. ബട്ട് പ്രാക്ടീസ് താഴെ പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഈ ആം ഉണ്ടാവാണ്ട് പ്ലെയിൻ ചെയർ ഇങ്ങനെ ചായ പാണ്ട് സ്ട്രൈറ്റ് ആയിട്ട്. റൈറ്റ്, സോ ഇപ്പോൾ വി ആർ ഗോയിങ് ടു സിറ്റ് ആൻഡ് ഷോ യു. റൈറ്റ്, ഗിവ് മീ 2 minutes. Okay, sorry, internet and the problem there. No? So we are sitting like this. Right. I'll just show you. You can. Before he is sitting position, you can see this one. This called as Zappo. Zappo. This is the kind of Tarane. This is by SIF. Sonia International Foundation. It's got to 300 rupees or 350 or something. അതേപോലെ ഈ കിമോണോ വന്നിട്ട് അയാൾ 3,300 rupees or something. നമ്മൾ ഫോർ സോനിയ കേസ് ഇഫ് ദേ ഓർഡർ ബൈ ബാച്ച് നമ്മൾക്ക് അവർക്ക് വന്നിട്ട് 1,200 rupees ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഒരു കിമോണോ എനി സൈസ്. സോ വി ക്യാൻ ഓർഡർ ദറ്റ് കിമോണോ. അത് നമ്മൾ ബാച്ചായിട്ട് ഓർഡർ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് ടു യുവർ ഹൗസ് ഓർ ടോട്ടലി ഇറ്റ് വിൽ കം ടു ദാറ്റ് പാക്കേജ് വി ആൾറെഡി മേഡ്. സിഫ് ബുക്ക്. യു കൻ ഓർഡർ വിത്ത് മീ. ഐ കൻ സെൻഡ് ബാക്ക്.
ഈ കിമോണോയില് ഹൗ യു ആർ ഗോയിങ് ടു സിറ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സിറ്റിംഗ് ഈസ് എ 3 different പൊസിഷൻ. ഓക്കെ, വൺ പൊസിഷൻ ഈസ് എ നോർമൽ സിറ്റിംഗ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കാം. സെക്കൻഡ് പൊസിഷൻ ഇസ് എ സെമി ബദ്മാഷൻ, ഒരു കാലിങ്ങനെ. അടുത്തത് ഫുൾ ബദ്മാഷൻ, ഈ രണ്ട് കാലിങ്ങനെ വെച്ചിട്ട് മുകളിൽ. ഓക്കെ, യു പുട്ട് ലൈക്ക് ദിസ്. ഇതിലെ ഗുണം എന്താന്ന് പറഞ്ഞാല് യുവർ സ്പൈനൽ കോഡ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ, അങ്ങനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചില്ലെങ്കിൽ യു കൻ പുട്ട് ദിസ് പില്ലോ അണ്ടർ യു. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, ഈ പില്ലോ ഇപ്പൊ ഇത് ഇല്ലെങ്കിൽ യു കൻ യൂസ്, നമ്മൾ വീട്ടിലെ തലയണയില്ലേ ആ പില്ലോ, ദാറ്റ് യു കൻ യൂസ്. ഇതെല്ലാ സമയത്ത് യുവർ ബോൺ സ്പൈനൽ കോഡ് വിൽ ബി സ്ട്രൈറ്റ്. എന്റെ പൊസിഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഐ യൂസ് ടു സിറ്റ്. അങ്ങനെയുള്ള സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് യു റിലാക്സ് യുവർ സെൽഫ്, ബോഡി ഇങ്ങനെ ഇരുന്ന് നോക്കൂ. നിങ്ങളുടെ സ്പൈനൽ കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിൽ പോവുക. ഓക്കെ, ആർ യു റെഡി? ഷിൽ വി സ്റ്റാർട്ട്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കൻ ഐ സ്റ്റാർട്ട് ഇറ്റ്? 99 to 0. Yes, we'll start. Okay, please be yourself. Nothing to worry. 99 to 0. Better everybody can come for video for sometimes, because ഞാൻ ഈ ഫോട്ടോ ഒക്കെ എനിക്ക് ഡോക്ടർ ലിമെന്നും രാജേഷിനൊക്കെ അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് യു കൻ ജസ്റ്റ് നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. യു കൻ കം ഓൺ വീഡിയോ. ലെറ്റ് ബി വാട്ട് എവർ ദ പൊസിഷൻ യു ആർ, നോ പ്രോബ്ലം. ഞാൻ 2-3 സ്നാപ്സ് എടുത്തിട്ട് ഐ വാണ്ട് ടു സെൻഡ് ടു ഡോക്ടർ ലിം ആൻഡ് സിഫ് ആക്ച്വലി ദിസ് ഇസ് ഫൈനൽ ഡേ. താങ്ക് യു. സോ ദിസ് ഇസ് ദ പൊസിഷൻ. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ പൊസിഷൻ ഇങ്ങനെയാണ്. ഓക്കെ, വെൻ ഐ സിറ്റ് ലൈക്ക് ദിസ്, I used to do like this. ഇങ്ങനെ இந்த സ്ട്രൈറ്റ് ആയിട്ട് എന്റെ ബോഡി ഇങ്ങനെ സ്ട്രൈറ്റ് ആവും, ബിക്കോസ് ഞാൻ ഈ പില്ലോ ഉപയോഗിക്കാണ്. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കും. അത് നമ്മൾ ചെയറിലോ വെച്ചിട്ടുണ്ടെങ്കിൽ കൈയൊന്നുമില്ലാണ്ട് ചെയറിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ ബോത്ത് ലെഗ് ഷുഡ് ബി സ്ട്രൈറ്റ്, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് താഴെ ചെയറിലിരിക്കും. ഓക്കെ, വിത്തൗട്ട് എനി ഫർദർ ഡിലേ വി ആർ ഗോയിങ് ഫോർ 99 to 0. Hope everybody is ready. Relax yourself. വേറെ ഒരു വിചാരം വേണ്ട. Think over of your goal setting, of your future, everything. I'm going to think, it will take another 20 minutes. Okay, എത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ I'll put my bell actually, then it will be thing. Right? Now we are starting now. Breathe in, breathe out. 99. Breathe in, breathe out. 98. Breathe in, breathe out. 97. Breathe in, breathe out. 96. Breathe in, breathe out. 95. Breathe in, breathe out. 94. Breathe in, breathe out. 93. Breathe in, breathe out. 92. Breathe in, breathe out. 91. Breathe in, breathe out. 90.
99 to 0 finish ചെയ്ത ആൾക്കാര്, they can slowly open their eyes. അത് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാര് you can continue. കാരണം you should be concentrate on this. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 79 വന്നു, നമ്മുടെ കോൺസെൻട്രേഷൻ ഫോക്കസ് സ്റ്റിൽനെസ് ഇല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആവും. ഞാൻ 79 ചെയ്തു 76 ചെയ്തു, നത്തിങ് ടു വറി. അഗൈൻ യു ക്യാൻ കണ്ടിന്യൂ. അപ്പൊ അതുകൊണ്ട് ഇതാണ് വെരി ഗുഡ് എക്സസൈസ് ആക്ച്വലി. നമ്മുടെ വെരി ഗുഡ് നമ്മുടെ മാസ്റ്റർ ഡോക്ടർ ലിംസ് ജോൺസൺ പറഞ്ഞത് കോൺസെൻട്രേഷൻ പവർ ഈസ് മോർ. ഈ കോൺസെൻട്രേഷൻ പവർ കൂടുതലുള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോണ നിങ്ങളെ കിട്ടും, പ്രത്യേകിച്ച് കുട്ടികൾക്കും എല്ലാം. ഓക്കെ, ഇഫ് എവരിബഡി ഹാസ് കംപ്ലീറ്റഡ്, എന്തും എല്ലാവരും ധ്യാനത്തിലാണോ? Maga, can I continue? Yes, I think everybody is complete. Very good. That's fantastic. If it will take out 15 minutes, 15 or 20 minutes, I don't know. Okay, practice, don't force yourself. 99, 98, 97, very slowly take your own time. Daily practicing 99 to 0, 99 to Sonia, it is 100% good. Okay, you can practice 9 to 0. Okay. This is the final thing. And the session, you have to rub both your hands. And come to massage 3 times clockwise, anti-clockwise 3 to 5 times. Okay, you are massaging yourself. Then massage your hair. You have to massage your both hairs. In the scientific reason, then this is for thyroid and everything. So all those things. Massage your both hands. Massage your legs. Okay. Then you have to massage your front and back. Then what you have to do is actually you should pat yourself. Innata dosam is a very good day for you. Today is going to be a best day for you. Ningal appreciation cheyadu kayinjal this will be fantastic for you. Okay, we are going to so far everything. I'm very happy to complete the 3rd day of RBC certification.